നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഭാഗമാണ്. ചതുർഭുജവും ത്രികോണവും എന്ന് പറയുന്ന ഭാഗം. നമ്മൾ ആദ്യം പഠിച്ചിരുന്നത് ഒരു ത്രികോണം തന്നിട്ട് ആ ത്രികോണത്തിന്റെ പരപ്പളവിന് തുല്യമായ എന്ത് വരയ്ക്കുക, മറ്റൊരു ത്രികോണം വരയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ചതുർഭുജം തരും. ചതുർഭുജം തന്നിട്ട് ആ ചതുർഭുജത്തിന്റെ പരപ്പളവിന് തുല്യമായ എന്ത് വരയ്ക്കണം, ഒരു ത്രികോണം വരയ്ക്കാനായിട്ട് പറയും. അപ്പൊ ഫിഗറിൽ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം വരയ്ക്കുകയാണ്. ABCD. അപ്പം നമുക്ക് ABCD എന്ന് പറഞ്ഞ ചതുർഭുജമുണ്ട്. ആ ചതുർഭുജത്തിന്റെ പരപ്പളവിന് തുല്യമായ എന്ത് വരയ്ക്കണം, ത്രികോണം വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ABCD എന്ന് പറഞ്ഞ ചതുർഭുജത്തിന് ആദ്യം നമ്മൾ എന്ത് ഒരു ഡയഗണൽ വരയ്ക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, DA എന്തുമായിട്ട് യോജിപ്പിക്കുന്നു, D എന്ന് പറയുന്ന വശത്തിനെ B എന്ന് പറയുന്ന ഡയഗണൽ വരച്ച് യോജിപ്പിച്ചു. അപ്പം ആ ഫസ്റ്റിൽ നമ്മൾ എന്ത് വരച്ചു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഡയഗണൽ വരച്ചു. ഡയഗണൽ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ട്, D to B. ഡിയിൽ നിന്ന് എങ്ങോട്ടേക്ക്, ബിയിലേക്ക് നമ്മൾ എന്ത് വരച്ചു, ഡയഗണൽ അല്ലെങ്കിൽ വികർണം വരച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വരയ്ക്കേണ്ടത്, നമ്മൾ ഡയഗണൽ വരച്ചല്ലോ, ആ ഡയഗണലിന് പാരലായിട്ട് സിയിൽ കൂടി എന്ത് ചെയ്യുക, ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. അപ്പം ആദ്യം ഡയഗണൽ വരച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയഗണലിന് ഡ്രോ എ പാരലൽ ലൈൻ ത്രൂ ഇതുവഴി C to DB. അപ്പം DB എന്ന് പറയുന്ന ലൈൻ, അതാണ് നമ്മുടെ വികരണം. DB എന്ന് പറയുന്ന വികരണത്തിന് ഇതുവഴി സിയിൽ കൂടി നമ്മൾ എന്ത് വരയ്ക്കുന്നു, ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കുന്നു. പാരലൽ ലൈൻ വരയ്ക്കുന്നതിനെ കുറിച്ച് നമുക്ക് എങ്ങനെ സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചാണ് വരയ്ക്കേണ്ടത്. നമ്മൾ വരച്ചിരിക്കുന്നു, പാരലൽ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് AB ആണല്ലോ നമ്മളെ ബേസ് എന്ന് പറയുന്നത്. ആ AB യെ എങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കണം, ആ പാരലൽ ലൈൻ കൂട്ടിമുട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, നീട്ടി വരയ്ക്കുക. എക്സ്റ്റെൻഡ് AB, എക്സ്റ്റെൻഡ് AB അല്ലെങ്കിൽ B എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചു. എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക എന്ത് ചെയ്യും, രണ്ടും കൂടെ എന്ത് ചെയ്യും, കൂട്ടിമുട്ടൂലേ. ആ കൂട്ടിമുട്ടുന്നതിന്റെ പേര് നമ്മൾ കൊടുക്കുന്നു E എന്ന് പേര് കൊടുക്കും. എന്താണ്, E. അപ്പം കൂട്ടിമുട്ടിയ ബിന്ദു നമ്മൾ എന്ത് പേര് കൊടുത്തു, E എന്ന് പേര് കൊടുത്തു. എന്നൂടെ പറയാൻ തൊട്ട് ABCD എന്ന് പറയുന്ന ചതുർഭുജമുണ്ട്. ചതുർഭുജത്തിൽ ഫസ്റ്റിൽ നമ്മൾ DB എന്ന് പറയുന്ന വികരണം വരച്ചു. DB എന്ന വികരണം വരച്ചിട്ട് സിയിൽ കൂടി DBക്ക് പാരലായിട്ട് ലൈൻ സെഗ്മെന്റ് വരച്ചു. അതിനുശേഷം AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിൽ B എന്ന് പറയുന്ന വശത്തിന് നമ്മൾ എന്ത് പുറത്തേക്ക് നീട്ടി വരച്ചു. അതെന്ത് ചെയ്തു, നമ്മൾ നേരത്തെ വരച്ച ആ പാരലൽ ലൈനുമായിട്ട് എന്ത് ചെയ്തു, കൂട്ടിമുട്ടി. അപ്പോഴ് കൂട്ടിമുട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ വികരണം വരച്ച് വികരണം തുടങ്ങിയ ഡിയിൽ നിന്നല്ലേ, ആ D എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ ഇയുമായിട്ട് യോജിപ്പിക്കുക. DE എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. എന്ത് വരച്ചു, DE. അപ്പൊ നമ്മൾ എന്ത് യോജിപ്പിക്കുക, കണക്ട് D to E. എന്ത് ചെയ്യും, DE ഏതുമായിട്ട് യോജിപ്പിക്കുക, ഇയുമായിട്ട് യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, DE എന്ന് പറയുന്ന പുതിയൊരു ലൈൻ സെഗ്മെന്റ് കൂടി കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഒരു ത്രികോണം കിട്ടി, ഒരു പുതിയ ത്രികോണം. ആ ത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് AE. സൈഡുകൾ പറയാം, സൈഡുകൾ AE, അടുത്തത് ED, അടുത്തത് AD എന്ന് പറയുന്ന ഒരു പുതിയൊരു ത്രികോണം കിട്ടിയില്ലേ. അപ്പം വി ഗെറ്റ് എ ന്യൂ എന്ത്, ട്രയാങ്കിൾ. ഒരു പുതിയ ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിന്റെ പേരെന്താണ്, ട്രയാങ്കിളിന്റെ പേരാണ് ട്രയാങ്കിൾ DAE. എന്താണ്, ട്രയാങ്കിൾ DAE എന്ന് പറയുന്ന ഒരു പുതിയ ത്രികോണം കിട്ടി. ആ ത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ത്രികോണത്തിന്റെ ഏരിയ നമ്മുടെ എന്തിന്റെ ഏരിയക്ക് തുല്യമായിരിക്കും, നമ്മൾ വരച്ചിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് തുല്യമായിരിക്കും. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റും, ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ DAE ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD. അപ്പം നമ്മുടെ ABCD എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് തുല്യമാണ് എന്തിന്റെ ഏരിയ, ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആദ്യം വരയ്ക്കേണ്ടത് വികരണമാണ്. വികരണം വരച്ചിട്ട് ആ വികരണത്തിന്റെ പാരലായിട്ട് വേണം എന്ത് വരയ്ക്കേണ്ടത്, അടുത്ത ലൈൻ സെഗ്മെന്റ് സിയിൽ കൂടി വരയ്ക്കുന്നു. എന്നിട്ട് AB എന്ന് പറയുന്ന വശത്തിൽ നമ്മൾ നീട്ടി വരയ്ക്കുന്നു. അത് നേരത്തെ വരച്ച പാരലൈനുമായിട്ട് കൂട്ടിമുട്ടും. എന്നിട്ട് എന്ത് വരയ്ക്കുന്നു, DA ഏതുമായിട്ട് യോജിപ്പിക്കുക, നമ്മൾ ആ പാരലൈൻ കൂട്ടിമുട്ടിയ ആ ബിന്ദുവുമായിട്ട് യോജിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ത്രികോണം, ആ പുതുതായിട്ട് കിട്ടുന്ന ആ ത്രികോണത്തിന്റെ ഇടതോട്ടുള്ള ഭാഗം
ത്രികോണത ഇങ്ങോട്ടുള്ള ഭാഗം ഈ ഈ ഉൾപ്പെടുന്ന ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ത്രികോണമാണെന്ന് നമ്മൾ ആവശ്യമായ ത്രികോണം. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് വികരണം ദാ ഇങ്ങനെ മാത്രമല്ല വരയ്ക്കാൻ കഴിയുക, തിരിച്ചു വരയ്ക്കും. സി എ എയുമായിട്ട് യോജിപ്പിക്കാമായിരുന്നു അല്ലെ. അപ്പൊ സി എ എയുമായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത സി എ എന്ന് പറയുന്ന ലൈനിന് എന്ത് വരയ്ക്കണം? പാരലൽ ലൈൻ വരയ്ക്കണമല്ലോ. അപ്പൊ അത് എതുവഴി വരയ്ക്കും? ഡിയിൽ കൂടി വരയ്ക്കും. ഡിയിൽ കൂടി ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യും നമ്മള്? എ ബിയിലെ എ പുറത്തോട്ട് നീട്ടി വരയ്ക്കും. അപ്പോഴെന്ത് ചെയ്യും? നേരത്തെ വരച്ച പാരലലുമായിട്ട് കൂട്ടിമുട്ടും. അതിനുശേഷം എന്ത് ചെയ്യും? സി എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് ഏതിലേക്ക്? ആ കൂട്ടിമുട്ടിയ ബിന്ദുവിലേക്ക് ലൈൻ സെഗ്മെന്റ് വരയ്ക്കും. അപ്പോഴും കിട്ടുന്ന ത്രികോണത്തിന്റെ എന്ത് പരപ്പളവും എന്തിനു തുല്യമായിരിക്കും? നമ്മുടെ ചിത്രത്തിലെ പരപ്പളവിന് കറക്റ്റ് തുല്യമായിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാനായിട്ട് പറയും. പക്ഷെ ക്വാഡ്രിലാറ്ററൽ എന്ത് തന്നിരിക്കും? വശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കോണുകളോ ഒക്കെ തരാം. ആ തന്നിരിക്കുന്ന മെഷർമെന്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് വരയ്ക്കണം? ക്വാഡ്രിലാറ്ററൽ വരയ്ക്കേണ്ടി വരും. എന്നിട്ട് ആ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജത്തിന്റെ പരപ്പളവിന് തുല്യമായ എന്ത് വരയ്ക്കേണ്ടതായിട്ട് വരും? പരപ്പളവിന് തുല്യമായ ത്രികോണം വരയ്ക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് എന്ത് പറയും? ആ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ത് ചെയ്യാൻ പറയും? കണ്ടുപിടിക്കാനായിട്ടും പറയാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിനകത്ത്? എന്തുണ്ട്? ഒരു ചതുർഭുജം ഉണ്ട്, അതിന്റെ രണ്ട് മൂന്ന് വശങ്ങളുണ്ട്, രണ്ട് ആംഗിൾസ് ഉണ്ട്. ഇത്രയും വെച്ച് നമുക്ക് ചതുർഭുജം വരയ്ക്കാൻ പറ്റുമല്ലോ. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ്സിലെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞ പാഠത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? വരയ്ക്കുക. വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊസീജിയർ എങ്ങനെയാണ്? വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡയഗണൽ വരയ്ക്കുക. അപ്പൊ ഇത് ഞാൻ വരച്ചെന്ന് വിചാരിക്കുക. അപ്പം ഈ മെഷർമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം. അതെന്ത് ചെയ്യും? നിങ്ങൾ കൃത്യമായിട്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുകയാണ്. അപ്പൊ ഞാനിത് ചതുർഭുജന മെഷർമെന്റ് ഉപയോഗിച്ച് വരച്ചതാണ് നിങ്ങൾ വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കിയായിട്ട് വരയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ? പേര് കൊടുക്കാൻ വേണമെങ്കിൽ അല്ലെ, പേര് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം? എ ബി സി ഡി പേര് കൊടുക്കാം. അപ്പൊ എ ബി സി ഡി ആണല്ലോ. പക്ഷെ നമ്മൾ എന്ത് വരയ്ക്കും? ഡയഗണൽ വരയ്ക്കും. സി എയുമായിട്ട് യോജിപ്പിക്കാം, ഡി എ ബിയുമായിട്ട് യോജിപ്പിക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്നു? അതാ ഇങ്ങനെ യോജിപ്പിക്കുന്നു വിചാരിക്കുക. ഡയഗണൽ വരച്ചോളൂ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഡി ബിക്ക് പാരലൽ ലൈൻ വരയ്ക്കും. ഇതുവഴി വരയ്ക്കും? സിയിൽ കൂടി വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സിയിൽ കൂടി പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യും? എ ബി എന്ന് പറയുന്ന വശത്തിന് എന്ത് ചെയ്യുക? പുറത്തേക്ക് നീട്ടി വരയ്ക്കണം. അത് ഏതുമായിട്ട് കൂട്ടിമുട്ടും? ആ പാരലൽ ലൈനുമായിട്ട് കൂട്ടിമുട്ടും. അതിന് പുതിയ പേര് കൊടുത്തു, ഇ എന്ന് പേര് കൊടുത്തു. ഇത്രയും കാര്യം നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മൾ വരച്ച പാരലൈനും പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടിമുട്ടിയ പോയിന്റുള്ള ആ ഇ ഏതുമായിട്ട് ബന്ധിപ്പിക്കുക? ഡി എ ഏതുമായിട്ട് ബന്ധിപ്പിക്കുക? ഇയുമായിട്ട് ബന്ധിപ്പിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടിയ ആ പുതിയ ത്രികോണത്തിന്റെ ഇതാണ് ത്രികോണം. ത്രികോണത്തിന്റെ പേര് ട്രയാങ്കിൾ എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിന്റെ പരപ്പളവ് എന്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും? നമ്മൾ വരച്ച എന്തിന്റെ പരപ്പളവ്? നമ്മളെ വരച്ച ചതുർഭുജത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഇനി ചിലപ്പം ഇനി ഞാൻ പറഞ്ഞിരുന്നല്ലോ, അല്ല ആംഗിൾസും മെഷർമെന്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായ പരപ്പളവ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പം ത്രികോണം എ ഡി ഇയുടെ പരപ്പളവ് കാണുന്ന ഇക്വേഷൻ എന്താണ്? ആ പരപ്പളവ് ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ്, ഇവിടെ ഏതാണ് ബേസ്? എ ബി ആണോ ബേസ്? അല്ല, എ ഇ ആണ് ബേസ്. അപ്പം എ ഇ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഇവിടുത്തെ ഹൈറ്റ് ഇതാ ഇങ്ങനെ വെച്ചുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. എ ഡി ഹൈറ്റ് ആവുമോ? ഇല്ല. എന്താ ഹൈറ്റ് ആവാത്ത? ഹൈറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാ? ബേസിൽ നിന്നും എങ്ങോട്ടേക്ക് വരയ്ക്കുന്ന? ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് വരയ്ക്കുന്ന, ഉയർന്ന വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കാറ്? ഹൈറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഡിയിൽ നിന്ന് എങ്ങോട്ടേക്ക്? താഴെ ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം. ആ മെഷർമെന്റ് ആയിരിക്കും എന്തായിട്ട് ഉപയോഗിക്കേണ്ടത്? നമ്മളിവിടെ എ ഇ എന്നല്ലേ കൊടുത്തപ്പോൾ എഫ് കൊടുത്തു കഴിഞ്ഞാൽ ഡി എഫ് ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയും. അപ്പൊ ഡി എഫ് എന്തായിരിക്കണം? ഹൈറ്റ് ആയിരിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ബേസിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് എങ്ങോട്ടേക്ക് വരയ്ക്കണം? ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഒരു 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കണം. അപ്പോഴും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൃത്യമായിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. ആ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാഫ് ബി എച്ച് ഉണ്ട്, അത് വെച്ച് കണ്ടുപിടിക്കുക. നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണം എ എന്ന് പറയുന്ന 5, ഉദാഹരണം ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ ഡി എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 15, 15ന്റെ പകുതി ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7.5 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് സെന്റിമീറ്ററിലാണെങ്കിൽ എല്ലാ യൂണിറ്റും എന്തിലായിരിക്കണം? സെന്റിമീറ്ററിലോട്ട് മാറ്റി വേണം എഴുതാനായിട്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് തരാം? മീറ്ററിലൊക്കെ ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തരാം. അപ്പം കൃത്യമായ മെഷർമെന്റ് ഉപയോഗിച്ച് വേണം എന്തിനായിട്ട് നമ്മുടെ ഈ ഉത്തരങ്ങൾ ചെയ്യാനായിട്ട്. അതും കൂടി ഓർത്തിരിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എന്താ? ഡ്രോ എ റെഗുലർ പെന്റഗൺ ആൻഡ് then a triangle of the same area and also find the area. എന്ത് വരയ്ക്കണം? ഒരു റെഗുലർ പെന്റഗൺ വരയ്ക്കണം. എന്നിട്ട് എന്താണ്? അതിന്റെ ഏരിയക്ക് പരപ്പളവിന് തുല്യമായ എന്ത് വരയ്ക്കണം? ഒരു ത്രികോണം വരയ്ക്കണം. അതിന്റെ ഏരിയ കണ്ടുപിടിക്കുകയും വേണം. അപ്പൊ എന്താണ് റെഗുലർ പെന്റഗൺ? അപ്പൊ റെഗുലർ പെന്റഗണെ കുറിച്ച് പറയാൻ മുമ്പ് നമ്മൾ എന്തറിയണം? പെന്റഗൺ എന്താണെന്ന് അറിയണം. നമുക്ക് പഠിച്ചിട്ടുണ്ട്. പെന്റഗൺ എന്താണ്? 5 വശമുള്ള പോളിഗൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെന്റഗൺ എന്ന് വിളിക്കുന്നത്. പഞ്ചഭുജങ്ങൾ എന്ന് പറയും. എന്താണ്? പഞ്ചഭുജം. 5 വശമുള്ള പോളിഗണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെന്റഗൺ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് റെഗുലർ പെന്റഗൺ എന്നുള്ള സാധനം? അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ എന്ന് പറയും. മലയാളത്തിൽ സമപഞ്ചഭുജം എന്ന് പറയും. എന്താണ് സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാല്? നമുക്കറിയാം, റെഗുലർ പെന്റഗൺ അല്ലെങ്കിൽ പെന്റഗണിന്റെ ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? നമ്മൾ ആദ്യമേ അത് അറിഞ്ഞിരിക്കണം. അപ്പം ഒരു പെന്റഗണിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ് നമ്മൾ കാണുന്നത്? നമ്മൾ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നമ്മൾ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? ആംഗിൾ ഇക്വേഷൻ n-2 × 180. n എന്താണ്? ഇവിടെ എത്ര വശം? നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ? ഇവിടെയുള്ള വശങ്ങളുടെ എണ്ണം 5 ആണ്. 5 - 2 × 180. ദാറ്റ് മീൻസ് 3 × എത്ര? 180. 3 × 180 ചെയ്യുമ്പോഴത്തേക്ക് 540 കിട്ടും അല്ലെ? 540 ആണ് എന്ത്? ഒരു പെന്റഗന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 540 ആണ്. അത് എന്ത്? ഒരു പെന്റഗന്റെ ആംഗിൾ ആണ് 540. നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? റെഗുലർ പെന്റഗൺ ആണ്. റെഗുലർ പെന്റഗന്റെ പ്രത്യേകത നമ്മൾ പറയാം. റെഗുലർ പെന്റഗന്റെ പ്രത്യേകത, ആ റെഗുലർ പെന്റഗൺ അല്ലെങ്കിൽ സമപഞ്ചഭുജത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ എല്ലാ കോണുകളും എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോഴ് ഒരു പെന്റഗന്റെ ടോട്ടൽ ആംഗിൾ 540 ആയി. അതിന്റെ എല്ലാ കോണും എല്ലാ വശവും എന്താവും? തുല്യമാകുമല്ലോ. അപ്പൊ ആ 540 നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് സൈഡ് അല്ല 5 കൊണ്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 5 കോണുകളായിരിക്കും ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. 540 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 108 ഡിഗ്രി കിട്ടും. അപ്പൊ 108 ഡിഗ്രി ആണെന്ത്? റെഗുലർ പെന്റഗന്റെ ഒരു കോൺ എന്ന് പറയുന്ന ഡിഗ്രി ആയിരിക്കും? 108 ഡിഗ്രി. ഒരെണ്ണം 108, അടുത്ത 108, അങ്ങനെ എത്ര 108? 5 108 ചേരുമ്പോൾ എത്രയാവും? 540 ഡിഗ്രി. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് എന്താണ്? ഒരു റെഗുലർ പെന്റഗൺ വരയ്ക്കണം അല്ലെ? അപ്പം കോൺ ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ വെച്ച് നമുക്ക് എന്ത് ഇഷ്ടമുള്ള ബേസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 4 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ എത്രയെങ്കിലും എടുത്ത് എന്ത് ചെയ്യണം? ഒരു പെന്റഗൺ വരയ്ക്കുക. പക്ഷേ വരയ്ക്കുമ്പോൾ പെന്റഗൺ എന്തായിരിക്കണം? റെഗുലർ പെന്റഗൺ ആയിരിക്കണം. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എന്താണ്? റഫ് ആയിട്ട് പെന്റഗൺ വരയ്ക്കുകയാണ്. പെന്റഗൺ വരച്ചിട്ട് നമുക്ക് പറയാം. അപ്പൊ റെഗുലർ, അപ്പം നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുക? ഒരു പെന്റഗൺ വരയ്ക്കുക. നമുക്ക് എല്ലാ കോണുകളും എല്ലാ വശങ്ങളും ഒക്കെ എന്താവണം? ഈക്വൽ ആവണം. ഈക്വൽ ആയ രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ഞാൻ ഇപ്പൊ റഫ് ആയിട്ടാണ് വരയ്ക്കുന്നത്. റെഗുലർ പെന്റഗൺ ആണെന്ന് വിചാരിക്കുക. കുറച്ച് സൈഡിൽ കുറച്ച് വ്യത്യാസമുണ്ട്. റഫായിട്ട് വരച്ചുകൊണ്ടാണ്. അപ്പൊ പേര് കൊടുക്കുന്നു ABCDE. പേര് കൊടുത്തു. അപ്പൊ ABCD എന്ന് പറയാൻ എന്ത് വരച്ചു? റെഗുലർ പെന്റഗൺ വരച്ചു. ആ റെഗുലർ പെന്റഗൺ ഞാൻ ഇപ്പോൾ ഉദാഹരണം ഒരു സൈഡ് 4 സെന്റിമീറ്റർ വീതം എടുത്തെന്ന് വിചാരിക്കുക. 4 ആണെന്ന് വിചാരിക്കുക. 4 3 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കും. അപ്പൊ 4 എടുത്ത് വരച്ചെന്ന് വിചാരിക്കുക. ഇതെല്ലാം എത്ര തന്നെ ആയിരിക്കും? 4 ആയിരിക്കും. റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് എടുക്കുന്ന ആംഗിൾസ് എത്ര ആയിരിക്കണം? 108 ഡിഗ്രി. അപ്പൊ എല്ലാ ആംഗിളും എത്ര തന്നെ ആയിരിക്കണം? 108 ഡിഗ്രി വീതമാണ്. ഇനി നമ്മൾ എന്താണ്? നമ്മളെ പെന്റഗണ് ആദ്യം എന്ത് വരയ്ക്കുക? നമ്മൾ നേരത്തെ കോട്ടിലാറിൽ വരച്ചു കണക്ക് തന്നെ എന്ത് വരയ്ക്കുക? ഒരു ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ നമുക്ക് എന്ത് ചെയ്യും? എവിടെ നിന്ന് എങ്ങോട്ട് വരയ്ക്കാം? ഡിയിൽ നിന്ന് ബിയിലോട്ട് ഞാൻ ഡയഗണൽ വരയ്ക്കുക. ഇത് ഡയഗണലാണല്ലോ. ഫസ്റ്റ് ഡയഗണൽ വരച്ചു. അപ്പൊ DB എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വരച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ എ ഡയഗണൽ. എന്താണ്? DB. എന്ത് വരച്ചു? ഡയഗണൽ എന്ത് വരച്ചു? DB വരച്ചു. ഇനി DB വരച്ചു കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ സാധാരണ ചെയ്ത് നടക്കുന്നത്? ആദ്യം ഡയഗണൽ വരയ്ക്കുക. ഡയഗണൽ വരച്ചിട്ട് ഡയഗണലിന്റെ വലതുവശത്തിരിക്കുന്ന കുറച്ച് ഏതാണ്? അടുത്ത മൂല C ആണ്. ആ സിയിൽ കൂടി എന്തിന്? DBക്ക് എന്ത് വരയ്ക്കുക? പാരലൽ ലൈൻ വരയ്ക്കുക. അതാ പാരലൽ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് വരയ്ക്കുക? പാരലൽ ലൈൻ ടു ഏതിന്? DB ത്രൂ C. സിയിൽ കൂടി DBക്കാണ് പാരലൽ ലൈൻ വരച്ചു. ഇനി അടുത്ത മൂന്നാം സ്റ്റെപ്പ് എന്താണ്? ഈ AB എന്ത് ചെയ്യാണ്? നീട്ടി വരയ്ക്കുക. എക്സ്റ്റെൻഡ് ഏത്? AB നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി വരയ്ക്കുകയാണ്. AB നീട്ടി വരച്ചു. AB നീട്ടി വരയ്ക്കുമ്പോൾ AB എന്ത് ചെയ്യും? മറ്റേ
പാരലലുമായിട്ട് കൂട്ടിമുട്ടുമല്ലോ. അത് ഞാൻ പേര് കൊടുക്കുകയാണ്. പേര് കൊടുത്ത് എഫ് എന്ന് പേര് കൊടുത്തു. എന്തെടുത്തു? എഫ് എന്ന് പേര് കൊടുത്തു. അപ്പൊ എഫ് എന്നതിന് പേര് കൊടുത്തല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എഫ് എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ രീതിയിൽ? ആ ഡിയിൽ നിന്ന് ഡിയെ ഏതുമായിട്ട് യോജിപ്പിക്കും? ഇയുമായിട്ട് യോജിപ്പിക്കും. നാലാമത്തെ സ്റ്റെപ്പ് നമുക്കറിയാം. ഡി ടു ഇ അല്ല എഫ്, ഡി ടു എഫ്. ഡിയെ നമ്മൾ ഏതുമായിട്ട് യോജിപ്പിച്ചു? എഫുമായിട്ട് യോജിപ്പിക്കുന്നു. യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ത്രികോണം കിട്ടി അല്ലെ? ആ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കണം? നമ്മൾ വരച്ച അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ കണ്ടുപിടിച്ച എന്തിന്റെ നമ്മൾ ഈ എടുത്ത് വരച്ചല്ലോ അതിന്റെ പരപ്പളവിന് തുല്യമായിട്ട് വരാം. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ വരച്ചത് കോട്ടിലാട്ടലാണല്ലോ. നമ്മൾ വരച്ചത് നമ്മൾ എടുത്തിരുന്നത് എന്തായിരുന്നു? റെഗുലർ പെന്റഗൺ ആണ്. അപ്പൊ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചും വരയ്ക്കണം. ഇത് ഇത്ര ഭാഗത്തിന്റെ ആയിട്ടുള്ള അല്ലെ? ഇവിടെ എന്തുണ്ട്? ഒരു കോട്ടിലാട്ടലില്ലേ? അതിന്റെയും കൂടി പരപ്പളവിന് തുല്യമായ എന്ത് വരയ്ക്കണം? ത്രികോണം വരയ്ക്കണ്ടേ? നമുക്ക് വരയ്ക്കാൻ അറിയാം. എങ്ങനെ? ആദ്യം ഫസ്റ്റ് നമ്മൾ എന്ത് വരയ്ക്കും? ഡയഗൽ. ഇതിനും സെയിം പ്രൊസീജിയർ ആണ്. ആദ്യം ഒരു കോട്ടിലാട്ടൽ കൺസിഡർ ചെയ്തു. അടുത്ത കോട്ടിലാട്ടൽ ഏതാണ്? എ ബി ഡി ഇ എന്ന് പറയുന്ന നെക്സ്റ്റ് കോട്ടിൽ. രണ്ടാമത്തതാണ് പറയുന്നത് കോട്ടിലാട്ടൽ എ ബി ഡി ഇ എന്ന് പറയുന്ന അടുത്ത കോട്ടിലാട്ടൽ നമ്മൾ പരിഗണിക്കുകയാണ്. അതിനെടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിനെന്ത് വരയ്ക്കണം? അതിനും സെയിം പ്രൊസീജിയർ തന്നെയാണ് വരയ്ക്കേണ്ടത്. അതിന് ഫസ്റ്റിൽ എന്ത് വരയ്ക്കണം? ഡയഗണൽ വരയ്ക്കുന്നു. ഫസ്റ്റ് ഡയഗണൽ വരച്ചു. ഇനി എന്ത് ചെയ്യും? ഡയഗണലിന് പാരലായിട്ട് ഏത് കൂടി? ഇയിൽ കൂടി ലൈൻ സെഗ്മെന്റ് വരയ്ക്കണം. എന്താണ്? ആ എ ബിയെ പുറത്തോട്ട് നീട്ടി വരയ്ക്കുക. എ ബി കൂട്ടിമുട്ടും. അതിന് നമ്മൾ പേര് കൊടുക്കും, ജി എന്ന് പേര് കൊടുക്കുന്നു വിചാരിക്കുക. ഇതെന്ത് ചെയ്യും? ആ ഡി എ ഏതുമായിട്ട് യോജിപ്പിക്കുക? ജിയുമായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അടുത്ത ത്രികോണം കിട്ടിയില്ലേ? ആ ത്രികോണത്തിന്റെ പ്രത്യേകത ഇവിടുന്ന് ഇവിടം വരെയുള്ള ത്രികോണം. ആദ്യ ത്രികോണം ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ആദ്യ ത്രികോണം. ഇപ്പൊ രണ്ടിന്റെയും ഏരിയ ഒരേപോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ. അത് രണ്ടും കൂടി ചേരുമ്പോൾ എന്തായിട്ട് മാറും? നമ്മുടെ പെന്റഗന്റെ ഏരിയക്ക് തുല്യമായ എന്ത് കിട്ടി? ത്രികോണം കിട്ടി. ആ ത്രികോണത്തിന്റെ പേരെന്താണ്? ത്രികോണം ജി ഡി എഫ്. എന്താണ്? ത്രികോണം ജി ഡി എഫ് ആയിരിക്കും. ഇനി ഇതിനെ എന്ത് കണ്ടുപിടിക്കാൻ പറയാം? ഏരിയ കണ്ടുപിടിക്കാൻ പറയാം. ഇക്വേഷൻ അറിയാൻ ഹാഫ് ബി എച്ച് ആണ്. ഇനി ത്രികോണത്തിന്റെ ബേസ് എത്രയാണ്? ജി അല്ലെങ്കിൽ എ ബി ആണോ ബേസ് എന്ന് പറയുന്നത്? അല്ല, എ ബി അല്ല ബേസ്. എവിടെ നിന്നാണ്? ജി തൊട്ട് എഫ് വരെയാണ് എന്ത് നമ്മുടെ ബേസ്. അപ്പം ബേസ് നമ്മൾ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ജി എഫ് ആണ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് കണ്ടുപിടിക്കും. ഡി ടോപ്പ് മോസ്റ്റ് വെർട്ടെക്സ് ഡി അല്ലെ? ഡിയിൽ നിന്നും ഈ ജി എഫിലേക്ക് എന്ത് വരച്ചാൽ മതി? ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചാൽ മതി. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ എന്താണ്? സ്കെയിൽ ഉപയോഗിച്ച് അളന്നെടുക്കുക. ആ അളന്നെടുക്കുന്ന മെഷർമെന്റ് എത്രയാണോ അത് ഇവിടെ കൊടുക്കുക നമുക്ക്. അപ്പൊ എന്ത് ചെയ്യും? എന്നിട്ട് ഗുണിക്കുക നമുക്ക് എന്ത് കിട്ടും? കൃത്യമായ പരപ്പളവ് കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ടും ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പുതിയൊരു കാര്യമാണ്. ഹെഡിങ് ഇതാണ്, ട്രയാങ്കിൾ ഡിവിഷൻ. ഇതാണ് ട്രയാങ്കിൾ ഡിവിഷൻ. ത്രികോണ ഭാഗങ്ങളെന്നോ അങ്ങനെ എന്തോ ഭാഗങ്ങൾ. അങ്ങനെയാണ് ഹെഡിങ്. ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്ന, അതായത് നമുക്ക് ത്രികോണമുണ്ട്. നമ്മൾ ത്രികോണം എടുക്കുകയാണ്. ത്രികോണത്തിന് പേര് കൊടുക്കുന്നു. എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം. ആ ത്രികോണത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് ആയ വശത്തിലേക്ക് ഞാൻ എന്ത് വരയ്ക്കുന്നു? ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. ഇതാണ് ത്രികോണം വരയ്ക്കുന്നു. ആ ത്രികോണം വരച്ചിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഒരു മൂല എടുക്കുകയാണ്. ആ മൂലയിൽ നിന്നും എന്ത് വരയ്ക്കുന്നു? അതിന്റെ ഓപ്പോസിറ്റ് വശത്തിലേക്ക് എന്ത് വരയ്ക്കും? ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. അപ്പോൾ ഇതാ ഡിയിൽ നിന്ന് എങ്ങോട്ടേക്ക് വരച്ചു? എ ബിയിലേക്ക് എന്ത് വരയ്ക്കുകയാണ്? ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു. ആ ലൈൻ സെഗ്മെന്റ് വന്ന ഒരു പോയിന്റ് ഒന്ന് കൂട്ടിമുട്ടിയല്ലോ. ഞാൻ ഡി എന്ന് പേര് കൊടുക്കും. അതായത് എ ബി സി എന്ന് പറഞ്ഞ ത്രികോണത്തിനെ സിയിൽ നിന്നും എ ബിയിലേക്ക് ഒരു ലൈൻ സെഗ്മെന്റിൽ എ ബിയിലുള്ള ഒരു ബിന്ദുവായിട്ടുള്ള ഡിയിലേക്ക് ലൈൻ സെഗ്മെന്റ് വരെ യോജിപ്പിച്ചു. സി ഡി എന്ന ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ച് യോജിപ്പിച്ചപ്പോൾ എന്ത് ചെയ്യുക? ത്രികോണം രണ്ടായിട്ട് മുറിഞ്ഞു. അതൊക്കെ എ സി ഡിയും ബി ഡി സി എന്ന് പറയുന്ന രണ്ട് ത്രികോണങ്ങളായിട്ട് മുറിഞ്ഞതിനർത്ഥം ഈ മുറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിയിൽ നിന്നും എങ്ങോട്ടേക്കാണ് വരച്ചത്? എ ബി എന്ന് പറയുന്ന വശത്തിലേക്കല്ലേ വരച്ചപ്പോഴാണ് ആ ത്രികോണം എത്രയായിട്ട് മാറിയത്? രണ്ട് ഭാഗങ്ങളായിട്ട് മുറിഞ്ഞു മീൻസ് ആ എ ബി എന്ന് പറയുന്ന ആ ലൈനിനെ എന്ത് ചെയ്തു? രണ്ട് തുല്യ ഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു? മുറിച്ചു. എ ബിയെ ഏതൊക്കെയായിട്ട് മുറിച്ചു? എ ഡിയും പിന്നെ ബി ഡിയുമായിട്ട് മുറിച്ചു.
മുറിച്ചത് ഒരു മെഷർമെന്റിലായിരിക്കും അല്ലെ. ഉദാഹരണം എ ബി എന്ന് പറയുന്നത് മൊത്തം 5 ഉണ്ടെങ്കിൽ ഡി എന്ന് പറയാൻ എ തൊട്ട് ഡി വരെയുള്ള നീളം 3ഉം ഇങ്ങോട്ടുള്ള നീളം എത്രയാണ് 2ഉമാണെന്ന് വിചാരിക്കുക. അപ്പം സിയിൽ നിന്നും ഡിയിലേക്ക് വരച്ചപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് 3ഉം 2ഉമായിട്ട് മുറിച്ചു. അതായത് 3:2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈനിനെ മുറിച്ചു. എ തൊട്ട് ഡി വരെ 3ഉം ബി തൊട്ട് ഡി വരെ എത്ര 2ഉം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കാം. ആ മുറിയ സമയത്ത് ആ എ ബിയെ എത്ര 2 ത്രികോണമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ എന്തും മുറിയും ഇവിടെ, അതിന്റെ പരപ്പളവ് ഏരിയയ്ക്കും എന്നുണ്ടാവാം വ്യത്യാസം, അല്ലെങ്കിൽ ഏരിയയും എന്ത് ചെയ്യും, കട്ട് ചെയ്യും, മുറിയും. അപ്പൊ ഏരിയ എങ്ങനെ മുറിയും, ആ മുറിയുന്ന ഏരിയയും ഏത് റേഷ്യോയിൽ തന്നെ ആയിരിക്കും, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എത്രയാണോ എ ബി മുറിഞ്ഞത്, അല്ലെങ്കിൽ നമ്മളൊരു മൂലയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് വശത്തിലേക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് ആ വശത്തിന് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ഏത് മുറിയും, ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ത് ചെയ്യും, സമഭാഗം അല്ലെങ്കിൽ ഭാഗം ചെയ്യും. അപ്പൊ നോക്കുക, സി ആണ് ഒരു ത്രികോണമുണ്ട്, സിയിൽ നിന്ന് എങ്ങോട്ടേക്ക് ഒരു എ ബിയിലേക്ക് വരച്ചു. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എ ബി എന്ത് ചെയ്തു, 2ആയിട്ട് മുറിഞ്ഞു. അപ്പൊ എ ബി എങ്ങനെ എ ഡി എന്നും ബി ഡി എന്നും മുറിഞ്ഞു. നമ്മൾ സങ്കല്പിക്കുകയാണ് എ ഡി 3 ഭാഗവും ബി ഡി 2 ഭാഗവുമാണെങ്കിൽ നമുക്ക് കിട്ടിയ 2 ത്രികോണം ഉണ്ടല്ലോ, ആ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ സി ബിയുടെ പരപ്പളവ് എത്രയാണോ അത് എത്രയായിട്ട് മുറിയും, ഈ 3:2 എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, മുറിയാം. അതായത് a line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio. അതായത് സിയിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് എ ബി എങ്ങനെ മുറിയുന്നുണ്ടോ അതേ റേഷ്യോയിൽ തന്നെ ഏതും മുറിയും, നമ്മുടെ ത്രികോണത്തിന്റെ പരപ്പളവുകൾ എന്ത് ചെയ്യും, മുറിയും. ഈ കാര്യം കൂടി ഓർത്തിരിക്കുക.